പിന്നെ മനുഷ്യന്റെ ബഹുമാനം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ, ലോകത്തിന്റെ മുഴുവനും നേതാവായ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്കൃഷ്ടരായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ കേവലം ഒരു സാധാരണ മനുഷ്യനല്ല. ഖുൽ പറയൂ നബിയേ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഇന്നമാ അന ബശർ മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നല്ല. അത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വാദമാണ്. മറിച്ച് ഇന്നമാ അന ബശർ, നിശ്ചയമായി ഞാൻ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. മനുഷ്യരായ നിങ്ങളിലേക്ക് മലക്കിനെ നിയോഗിച്ചതല്ല, ജിന്നിനെ പറഞ്ഞേച്ചതല്ല, ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സന്ദേശം സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കതിനൊക്കെ കഴിയുന്ന അസാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങളെപ്പോലെ അല്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നത് മാത്രം മതി. മനുഷ്യകുലത്തിന് ബഹുമാനമായി ആ ഒരൊറ്റ കാര്യം മതി. ആ മനുഷ്യൻ, അവന്റെ സൃഷ്ടിപ്പ് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഉസ്താദ് ഇങ്ങനെ വിവരിക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു, മുഖത്തോട് മുഖം നോക്കുന്ന ജീവി മനുഷ്യനല്ലാതെ വേറെ ഏതാണ്? മൃഗങ്ങളിൽ പലതും അത് തലതാഴ്ത്തി നടക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കാൻ അതിന് കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുഖം നിരത്തി വെച്ച് ഉരസുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള, സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്. ഇന്നേ വരെ ഒരു ജീവിയും ക്ലാസ് എടുക്കുന്നത് കേട്ടില്ല, പ്രസംഗിക്കുന്നത് കേട്ടില്ല, ഒരു ജീവിയും ചിരിക്കുന്നത് കേട്ടില്ല. പശു കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന കരയുന്നത് കേട്ടിട്ടുണ്ട്. ആന ചിരിക്കുന്നത് കേട്ടവരുണ്ടോ? ചിരിക്കുന്നത് കണ്ടവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എത്രയെത്ര ബഹുമാനങ്ങളാണ്. ആ മനുഷ്യന് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംസാരശേഷിയും അതുപോലെ ചിന്താശക്തിയും ബുദ്ധിയും എല്ലാം നൽകി അല്ലാഹു പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യന്മാരുടെ കയ്യിലൊന്നും മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന മനുഷ്യന്മാരെ ഒക്കെ കയ്യിലൊരു മൊബൈൽ ഫോൺ. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് പശുക്കളെയും ആടുകളെയും ആനകളെയും അതുപോലെ പൂച്ചകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അന്നുകൊണ്ട് പൂച്ചയും ആനയും പശുവൊക്കെ മൊബൈൽ ഫോൺ പിടിക്കാതെ, ഇപ്പോഴുണ്ട് മൊബൈൽ ഫോൺ പിടിക്കാതെ.
എന്തേ കാരണം? അതിന് പുരോഗതിയില്ല. മറിച്ച് മനുഷ്യൻ നൽകുന്ന പുരോഗതി അനുഭവിക്കാനല്ലാതെ സ്വയം പുരോഗമിക്കാനുള്ള വിശേഷ ബുദ്ധിയോ ചിന്താശക്തിയോ മനുഷ്യരില്ല, ഈ മൃഗങ്ങൾക്കില്ല. അത് മനുഷ്യന് മാത്രമാണ്. അങ്ങനെ പലതുകൊണ്ടും അനുഗ്രഹീതനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പക്ഷേ ആശയപരമായി പഴച്ചുപോയാൽ, ആദർശപരമായി തെറ്റിപ്പോയാൽ, ചിന്ത പാളിപ്പോയാൽ, അവന്റെ ബുദ്ധി ഉപയോഗിക്കാതിരുന്നാൽ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ, മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് തന്നെയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. മനുഷ്യൻ ഏറ്റവും അധപ്പതിച്ചവനായിപ്പോയി. നിങ്ങൾ നോക്കൂ, ഇവിടെ മൃഗങ്ങൾക്ക് വർഗീയതയില്ല, മൃഗങ്ങൾക്ക് തീവ്രവാദമില്ല, മൃഗങ്ങൾക്ക് ഭീകരവാദമില്ല, മൃഗങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ സ്വന്തത്തിൽ വല്ല അക്രമവും ചെയ്താലും ആക്രമിക്കണം എന്ന് വേറൊരാളോട് പ്രസംഗിക്കുന്നില്ല, ആക്രമിക്കണം എന്ന് എഴുതുന്നില്ല, വേറൊരാളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നില്ല. മറിച്ച് അതിന്റെ വിവരക്കേട് ഒരു പക്ഷേ അത് ചെയ്തു എന്ന് വരാം. അങ്ങനെയല്ലേ മൃഗങ്ങളുള്ളത്? മനുഷ്യനോ? മനുഷ്യൻ സ്വയം ചീത്തയായാൽ മറ്റുള്ളവരെയും കൂടി എങ്ങനെ ചീത്തയാക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആദർശം വേണം, ആശയം വേണം, ലോകസത്താവായ അല്ലാഹുവിൽ വിശ്വാസം വേണം. ആ അല്ലാഹു അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ, അവനാണ് അധികാരമുള്ളവൻ, അവനാണ് എല്ലാം ചെയ്യുന്നവൻ എന്ന ബോധം വേണം. ഈ ബോധമായിരുന്നു ഫിർഔനിന് ഇല്ലാതെ പോയിരുന്നത്. അതുകൊണ്ടാണ് ഫിർഔൻ ഞാൻ നിങ്ങൾ ആൺകുട്ടികളെയൊക്കെ, ചെറിയ മക്കൾ പ്രസവിക്കപ്പെട്ടാൽ ആൺമക്കളെയൊക്കെ ഞാനങ്ങ് കൊന്നുകളയും എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടോ അവനങ്ങനെ കൊന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ അവൻ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ അവന് കഴിഞ്ഞോ? അവന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ ധിക്കാരിയുടെ കൊട്ടാരത്തിലിട്ട് മഹാനായ കരീമുല്ലാഹി മൂസ, അദ്ദേഹം ഏറ്റവും ഭയപ്പെട്ടിരുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മത്തെയും വളർച്ചയുമായിരുന്നു. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മുല കൊടുക്കുമ്പോൾ അതിന് ആ ഫിർഔനെ കൊണ്ട് ശമ്പളം കൊടുപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ് എന്നത് ശരിക്കും ബോധ്യപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഇനി നിങ്ങൾ നോക്കൂ, ആ ഫിർഔൻ അവനൊരു വലിയ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ഫിർഔനും പാർട്ടിയും പൊട്ടിപ്പോയി. അങ്ങനെ പലരും പലതും സംഘടിപ്പിക്കാറുണ്ടല്ലോ റിബലായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സത്യത്തിന്റെ പ്രചാരകരായി വന്നതാണ്. സത്യത്തിന്റെ പ്രചരണത്തിനു വേണ്ടി ഇവിടെ അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചതാണ്. മൂസാ നബിക്ക് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. ആ സതുദ്ദേശത്തോടുകൂടി അത്ഭുതം സൃഷ്ടിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മത്സരിക്കാൻ അവനും കുറെ ആളുകളെ സംഘടിപ്പിച്ചു. പക്ഷേ അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സത്യമാണെന്ന് വ്യക്തമായങ്ങ് ബോധ്യപ്പെട്ടപ്പോൾ മത്സരിക്കാൻ വന്നവരൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പക്ഷം ചേർന്നു. ആ സമയത്ത് അവൻ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളുടെ ഒരു കൈയും ഒരു കാലും വെട്ടിക്കളയും എന്ന് പറഞ്ഞു. ആ സമയത്ത് അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഫഖ്ദി മാ അൻത ഖാൽ, ഫഖ്ദി മാ അൻത ഖാൽ. തീരുമാനമെടുക്കാനുള്ള അധികാരം നീ ഇവിടുത്തെ ജഡ്ജിയാണ്, ഖാദിയാണ് അല്ലേ? നീ നിന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചോ, ഞങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ആ മഹാന്മാർ. സുഹൃത്തുക്കളെ, ഫിർഔൻ അതുകൊണ്ടൊന്നും മതിയാക്കിയില്ല. ആ ഫിർഔൻ പിന്നെയും അക്രമങ്ങളായി. പക്ഷെ അവനെ അവസാനമായി വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെട്ടു. ആ ദിനമാണ് ആശൂറ. ഞാൻ പറഞ്ഞു വന്നത്, അവൻ ധിക്കരിച്ച് എവിടെ എത്തി? അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ദൈവം എന്നിവരെ വാദിക്കാൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്നിവരെ വാദിക്കാൻ അവൻ തുനിഞ്ഞു. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യനില്ലേ? അവൻ ജനിക്കുന്നതിന് മുമ്പ് ചന്ദ്രനില്ലേ? അവൻ ജനിക്കുന്നതിന് മുമ്പ് കരയും കടലുമില്ലേ?
അവനും അവന്റെ പിതാവും ഒക്കെ ഇവിടെ ജനിച്ചതല്ലേ, പിന്നെ ഞാനാണ് ദൈവം, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കാൻ അവനെന്താണ് അവകാശമുള്ളത്? പക്ഷെ അത് ചിന്തിക്കാൻ അവന്റെ അഹങ്കാരം കൊണ്ട് അവന് സാധിച്ചില്ല. ഞാനിപ്പോൾ അതിലേക്കത് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മനുഷ്യന്റെ അധപ്പതം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഉയർന്ന ജീവിയായി തന്നെ ഇവിടെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ആദർശം വേണം, ആശയം വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ ഇല്ലല്ലദീന ആമനൂ, ശരിയായ വിശ്വാസമുള്ളവരൊഴികെ, ലോകസത്താവായ അല്ലാഹുവിൽ വിശ്വാസം വേണം. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളിൽ വിശ്വാസം വേണം. ആ മുഹമ്മദ് നബിയും ഞാനും ഒരുപോലെയാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു കേവല മനുഷ്യനാണ് എന്ന് പറഞ്ഞു നടന്നാൽ അവൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുന്നില്ലാതെ പതിച്ചവനാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസം മതി, കർമ്മം വേണ്ട എന്ന് പറയുന്നൊരു പുത്തൻവാദികൾ പഴയകാലത്തുണ്ടായിരുന്നു. മുർജിഅത്ത് എന്നാണ് അവർക്ക് പേര്. ഇന്നും ചില വ്യാജ തരീഖത്തിന്റെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി, പിന്നെ കർമ്മം പ്രശ്നമല്ല എന്ന് പറയുന്നവരില്ലേ, അത് മുർജിഅത്തിന്റെ സ്വഭാവമുള്ളവരാണ്. ഖുർആൻ പറയുന്നു പോരാ, വിശ്വാസം മാത്രം പോരാ, സൽകർമ്മം വേണം. വഅമിലുസ് സാലിഹാത്ത്, അതേ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യന് നന്മ പ്രചരിപ്പിക്കുക, സത്യം പ്രചരിപ്പിക്കുക. അതുകൊണ്ടാണ് മറ്റൊരു സൂറത്തിൽ മനുഷ്യനെ കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞപ്പോ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, കാലം സാക്ഷിയാണ്, കാലം കൊണ്ട് സത്യമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നിശ്ചയം നഷ്ടത്തിലാണ്. കാരണം മനുഷ്യന്റെ മുതൽ മുടക്ക് ആയുസ്സാണ്. ആയുസ് അവന്റെ ജീവിതത്തിന്റെ മുതൽ മുടക്കാണ്. മുതൽ മുടക്കി ചുരുങ്ങിപ്പോകുന്നതിനാണ് നഷ്ടമെന്ന് പറയുന്നത്. ഓ മനുഷ്യ, നീ നഷ്ടത്തിലാണ്. നിന്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങി പോവുകയാണ്. നീ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസം വേണം, സൽക്കർമ്മം വേണം. വതവാസൗ ബിൽ ഹഖ്, ഉൾക്കൊള്ളുന്ന സത്യം പ്രചരിപ്പിക്കണം. ഈ പ്രായമുള്ള സമയത്ത് മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ എന്തിന് കർണാടകയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ കറങ്ങി ഉത്തരവാദിത്വം നിർവഹിക്കാനാണ്. വതവാസൗ ബിൽ ഹഖ്, സത്യം പ്രചരിപ്പിക്കണം. ഇവിടെ മനുഷ്യരിൽ പല വിഭാഗവും ഉണ്ടാകും. ആരെയും നിർബന്ധിക്കാൻ പറഞ്ഞിട്ടില്ല. നിർബന്ധിച്ചു കൊണ്ടുവരുന്നൊരു മതമല്ല ഇസ്ലാം. അഫഅന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, വിശ്വസിക്കാൻ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു വിഷയമേ ഇസ്ലാമിലില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ വിവിധ വിശ്വാസക്കാരുള്ള ഇന്ത്യ രാജ്യത്ത് സർവമതത്തിലുമുള്ളവർ മാനവികത ഉൾക്കൊണ്ട് സൗഹാർദ്ദത്തോടെ ജീവിക്കണം, സഹകരണത്തോടെ നീങ്ങണം. ഈ സത്യം പ്രചരിപ്പിക്കാനാണ് കഠിനാധ്വാനം ചെയ്ത് SSFന്റെ പ്രവർത്തകർ, അവരുടെ സഹകാരികൾ പ്രവർത്തിച്ചത്, ഉസ്താദ് അവറുകൾ അധ്വാനിച്ചത്. അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. അത് ഏറ്റവും വലിയ ബാധ്യത പണ്ഡിതന്മാർക്കും പണ്ഡിതന്മാരെ പിന്തുണക്കാനുള്ള ബാധ്യത ഉമറാക്കൾക്കും യുവാക്കൾക്കുമാണ്. പണ്ഡിതന്മാർ സത്യം പ്രചരിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് ശക്തി പകരണം. അൽഹംദുലില്ലാഹ്, മംഗലാപുരത്തും പരിസരങ്ങളിലും അതുപോലെ കർണാടകയിലുള്ള ഉമറാക്കൾ അൽഹംദുലില്ലാഹ് വളരെ ശക്തമായ നില, അല്ലാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി എന്ന നില ഉസ്താദ് അവറുകളുടെ ഈ സൽക്കർമ്മങ്ങളിൽ, ഉസ്താദ് അവറുകൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, ഉസ്താദ് അവറുകൾ നടത്തുന്ന സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ അവർ മനസ്സാ വാചാ കർമ്മണ ഇന്നേവരെ പിന്തുണക്കുകയും ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. അതിന് അല്ലാഹു അവരെയും ശക്തിപ്പെടുത്തുമാറാകട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മല്ലാ യർഹമുന്നാസ ലാ യർഹമുഹുല്ലാഹ്, മനുഷ്യനു കാരുണ്യം ചെയ്യാത്തവർക്ക് അല്ലാഹു കാരുണ്യം ചെയ്യുകയില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മല്ലാ യർഹം ലാ യുർഹം, കാരുണ്യം ചെയ്യാത്തവന് കാരുണ്യം ചെയ്യപ്പെടുകയില്ല.
എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സാധുക്കൾക്ക് ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കും. അൽഹംദുലില്ലാഹ് മർകസു സഖാഫത്തി സുന്നിയ അതിന്റെ സമ്മേളനം വരുന്ന 18, 19, 20, 21 തീയതികളിൽ നടക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ആ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ ആയിരക്കണക്കിന് സാധു സഹായ സംരക്ഷണ പ്രവർത്തനങ്ങൾ വെറും കേരളത്തിൽ മാത്രമല്ല വിവിധ സ്റ്റേറ്റുകളിൽ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ നമ്മുടെ സംഘടനകൾ അൽഹംദുലില്ലാഹ് SYS ഇപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം നൽകി. എത്ര ആയിരങ്ങൾക്കാണ്, എവിടെയെല്ലാമാണ്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. SYSന്റെ 60ാം വാർഷികം നടക്കുന്ന സമയം മർക്കസിന്റെ സമ്മേളനത്തിന് ശേഷം അതിന്റെ സമ്മേളനം വരുന്നു. പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ സമ്മേളിച്ച യുവാക്കളോട് പറയുന്നു, നിങ്ങളും SYSന്റെ പ്രവർത്തകരായി മാറണം. SSFന്റെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു നമുക്ക് എല്ലാ മഹല്ലത്തുകളിലും SYS ഉണ്ടാകണം. SSFന്റെ ശേഷം SYS ഉണ്ടാകണം. SSF കഴിഞ്ഞ് പിന്നെ എവിടെ എന്നൊരു ചോദ്യചിഹ്നം ഉണ്ടാകാൻ പാടില്ല. ഈ കർണാടകയിൽ എനിക്കറിയാം പല സ്ഥലത്തും പല യങ്മെൻസ് അസോസിയേഷനുകളുണ്ട്, പല സ്ഥലത്തും ദപ്പ് കമ്മിറ്റികളുണ്ട്. അവരെല്ലാം നല്ല പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ പ്രവർത്തകരാണ്, അവരൊക്കെ നമ്മുടെ ആലിമീങ്ങൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നില് ഒരു മെമ്മോറാണ്ടം കൊടുക്കുമ്പോ ഏത് ദപ്പ് കമ്മിറ്റി, എവിടുത്തെ ദപ്പ് കമ്മിറ്റി, എവിടുത്തെ യങ്മെൻസ് അസോസിയേഷൻ? അതിന് നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ? അത് കർണാടകയിൽ SYSന്റെ പ്രവർത്തനം SSF മുതിർന്ന് വളർന്ന് SYS ആയി മുഴുവൻ മഹല്ലത്തുകളിലും SYSന്റെ പ്രവർത്തനം നടത്തണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഹന്തക്ക് ഹമീദ് സാഹിബ് നേരത്തെ എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിൽ നിങ്ങൾ വന്ന് തുടങ്ങിയതല്ലായിരുന്നോ SSF, ഇപ്പൊ ഇവിടെ എത്തിയില്ലേ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ. SSFന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമായിരുന്നു ഇവിടെ കർണാടകയിൽ ഉണ്ടായിരുന്നത്. ഇന്നത് എത്ര വിപുലീകരിക്കപ്പെട്ടു. 25 വർഷത്തെ പ്രവർത്തനം കൊണ്ട് എത്ര ശക്തിയാർജിച്ചു. SYS 60 വർഷം കേരളത്തിൽ പ്രവർത്തിച്ചു. അതിലേറ്റവും കൂടുതൽ ശക്തി പകർന്ന് എത്രയോ ദശക്കണക്കിന് വർഷങ്ങൾ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളാണ്. ഇന്നും അതിന്റെ സുപ്രീം കൗൺസിൽ ചെയർമാൻ. അവിടുന്ന് പറയുന്നതിനപ്പുറം ഒരിഞ്ച് SYSO SSFO ഒരു സംഘടനയും അവിടെ നീങ്ങുന്നില്ല, ഇവിടെയും നീങ്ങുകയില്ല എന്നാണ് ഇബ്രാഹിം മുസ്ലിയാർ നേരത്തെ പ്രഖ്യാപിച്ചത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹത്തായ നമ്മുടെ സംഘടനാ പ്രവർത്തനം, അതിലൂടെ നമ്മൾ വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. നമ്മൾ സത്യം പ്രചരിപ്പിക്കുന്നു, ശരിയായ ആശയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ഏത് നബിയാണ് ഇവിടെ എതിർപ്പില്ലാത്ത നബി കഴിഞ്ഞുപോയത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഓ നബിയേ, എതിരാളികളുടെ ആരോപണം, എതിരാളികളുടെ വാക്കി അങ്ങയെ ടെൻഷനാക്കണ്ട. അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതുമൊക്കെ നമുക്കറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോ, സത്യം പ്രചരിപ്പിക്കുമ്പോ, സൽക്കർമ്മം പ്രചരിപ്പിക്കുമ്പോ എതിരാളികൾ എതിർത്തു നോക്കുകയാണ്. ഒരാൾ പറയുന്ന പാട്ടുകാരനാണ്, ഒരാൾ പറയുന്ന ഭ്രാന്തനാണ്, വേറൊരാൾ പറയുന്ന സാഹിറാണ്, പലതും പറയുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു സമാധാനിച്ചുകൊണ്ട് പറപ്പിച്ചുകൊണ്ട് പറയുന്നു, അവര് പരസ്യമായി പറയുന്നതാണ് അതൊക്കെ. രഹസ്യമായി അവർക്കൊരു സംസാരമുണ്ട്. എതിരാളികൾ രഹസ്യമായി ചിലത് പറയുന്നുണ്ട്, അതും നമുക്കറിയാം. അതെന്താണ്? അവര് പറയുന്ന ഒരു കാര്യം, നമ്മൾ എത്ര എതിർത്താലും, നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും, നമ്മൾ എത്ര ചീത്ത പറഞ്ഞാലും, നമ്മൾ എത്ര കല്ലെറിഞ്ഞാലും ഈ മുഹമ്മദിന്റെ പ്രവർത്തനം സജീവമായി വികസിച്ച് ജനങ്ങളെല്ലാം മുഹമ്മദിന്റെ പിന്നാലെ കൂടുകയാണ്. നമ്മൾ എത്ര തന്നെ എതിർത്തിട്ടും ഒരു ഫലവുമില്ല എന്ന് എതിരാളികൾ രഹസ്യമായി പറയുന്നുണ്ട്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന
വമാ യുഅ്ലിനൂൻ. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ സർവ മഹാന്മാരും എതിർപ്പുകൾ തരണം ചെയ്തവരല്ലേ? അവിടുത്തെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടില്ലേ? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ലേ? ആരും സംരക്ഷിക്കാനില്ലാത്ത രംഗത്ത് സ്വന്തം അമ്മാമന്മാരെ സംരക്ഷണം കിട്ടുമെന്ന നിലക്ക് ഫായിഫിൽ ചെന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞിട്ട് വല്ലാതെ വേദനിച്ച് വിഷമിച്ചു വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വല്ലാതെ പരിഭ്രമിച്ചു പോയി. ആ സമയത്ത് മലക്ക് വന്നിട്ട് എന്നോട് പറയുന്നു, ഈ പർവ്വതമെടുത്ത് നിങ്ങൾ ആക്രമിച്ചവരെ ഞങ്ങളങ്ങ് നശിപ്പിക്കട്ടെ, നിങ്ങളൊന്ന് എന്നോട് ഓർഡർ ചെയ്താൽ മതി എന്ന് പറയുമ്പോ വേണ്ട വേണ്ട, ആക്രമിച്ചവരും കല്ലെറിഞ്ഞവരും കുറ്റം പറഞ്ഞവരും ചീത്ത പറഞ്ഞവരും അവര് നന്നായില്ലെങ്കിൽ അവരെ മക്കളിൽ ഒരാളെങ്കിലും നന്നായാലോ, ഒരാളെയും നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപ്പുകൾ തരണം ചെയ്തിട്ടില്ലേ? അതുകൊണ്ടോ സുഹൃത്തുക്കളെ, ക്ഷമാപൂർവം സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതാണ് വഅമിലുസ് സാലിഹാത്ത്. ആ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പണ്ഡിതന്മാർക്ക് വെറുതെ കിടന്നുറങ്ങിക്കൂടാ, അതുപോലെ ഉമറാക്കൾക്ക് നോക്കിയിരുന്നുകൂടാ, യുവാക്കൾക്ക് വെറുതെ ഇരുന്നുകൂടാ. സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗം ചെയ്തതെന്തിനാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാടും വീടും വിട്ടുകൊണ്ട് ഹിജ്റ പോകുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് മനസ്സിലാക്കി അതാ മുന്നിൽ നടക്കുന്നു. മുന്നിൽ നടക്കുമ്പോൾ ഇടത് ഭാഗത്ത് നിന്ന് ശത്രു വരുമോ എന്ന് ഭയപ്പെട്ട് ഇടത്തോട്ടേക്ക് നീങ്ങുന്നു. ഇടത്തോട്ട് നീങ്ങുമ്പോ പിന്നിന്ന് ശത്രു വരുമോ എന്ന് ചിന്തിച്ച് പിന്നിലോട്ട് നീങ്ങുന്നു. പിന്നിന്നിങ്ങനെ നടക്കുമ്പോ അതാ വലത് ഭാഗത്ത് ശത്രു വരുമോ പേടിച്ച് വലത്തോട്ട് നീങ്ങുന്നു. വലത് ഭാഗത്തെത്തുമ്പോ വീണ്ടും ശത്രുവിനെ ഭയപ്പെട്ട് മുന്നിലേക്ക് നീങ്ങുന്നു. ആകയാൽ വലിയ ഒരു പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് കയറി അല്പസമയം വിശ്രമിച്ച് അതാ ശത്രുക്കളിൽ രക്ഷ നേടിയ പർവ്വതമാണ്. ആ ജബൽ സൗറിലേക്ക് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലയം വെച്ചുകൊണ്ടാണ് നടന്നതെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. വലയം വെച്ച് നടന്നത് ഹബീബായ നബി തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത് നിസ്കരിക്കുമ്പോഴാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തല അറുത്ത് തല വെട്ടിക്കൊണ്ട് കൊല്ലപ്പെട്ടു പോയത് തീവ്രവാദികളുടെ ശല്യം കൊണ്ടാണ്. ശരീഅത്തിന്റെ നിയമം മറികടക്കൂല, നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കൂല. ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് വ്യക്തികൾ കമ്മിറ്റി ഉണ്ടാക്കി നിയമം കയ്യിലെടുക്കുന്ന തീവ്രവാദം അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തലവെട്ടി കൊല്ലപ്പെടുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ സുന്നികൾ മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച പുത്തനാശയക്കാരായ ഖവാരിജുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണ്. അങ്ങനെ 4 ഖുലഫാഉർ റാഷിദുകളും എന്തിന് പ്രയാസം അനുഭവിച്ചു? ഹബീബായ നബി തങ്ങൾ എന്തിന് മുൻപിൽ പൊട്ടിത്തെറിച്ചു? അത് അവർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ആശയം പഠിക്കാനല്ല, മറിച്ച് അവർ ഉൾക്കൊണ്ട സത്യം അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനല്ലേ അവർ കഠിനാധ്വാനം ചെയ്തത്. ആ രംഗത്ത് ജാദൂബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതിനി വസ്വതി. OSSFന്റെ പ്രവർത്തകരെ, OSOSന്റെ പ്രവർത്തകരെ, ഓ യുവാക്കളെ, ഉമറാക്കളെ, എന്റെ സഹപ്രവർത്തകരെ, വിശ്രമമില്ലാത്ത പ്രവർത്തനം അല്ലാഹുവിന്റെ സത്യദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത് നമ്മൾ മാതൃകാ പുരുഷന്മാരായി ജീവിച്ചുകൊണ്ടാകണം. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകൂല. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവൂല.
മുത്തലച്ചിച്ചങ്ങയ വെള്ളം കൊണ്ടൊരു വസ്തു കഴുകി വൃത്തിയാക്കാൻ കഴിയൂല. നമ്മൾ മാതൃകാപുരുഷന്മാരാകണം. നമ്മുടെ തൊട്ടടുത്ത പള്ളിയില് സുബഹിന്റെ ജമാഅത്തിന് പോകാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാനുള്ള സന്മനസ്സുള്ളവരാകണം. നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്നവരാകണം. നമ്മൾ അനാവശ്യങ്ങളിൽ മാറി നിൽക്കുന്നവരാകണം. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഒരന്യ പെണ്ണിന്റെ ചിത്രം പതിയരുത്. നമ്മളുടെ മൊബൈൽ ഫോണിൽ ഒരന്യ പെണ്ണിനെ വിളിക്കരുത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു ബാപ്പവുമയെ ധിക്കരിക്കരുത്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു അയൽവാസിയെ ശല്യം ചെയ്യരുത്. ഏത് മതക്കാരനാകട്ടെ, നമ്മെക്കൊണ്ടൊരു ശല്യം ഒരു മതക്കാരനും ഉണ്ടാകരുത്, ഒരു മതമില്ലാത്തവരും ഉണ്ടാകരുത്. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ ചീത്ത പറയരുത്, മറ്റൊരാളെ ഗീബത്ത് പറയരുത്. നമ്മുടെ നാവ് കൊണ്ട് കള്ളം പറയരുത്. നമ്മൾ വഞ്ചിക്കുന്നവരാകരുത്, നമ്മൾ ചതിയന്മാരാകരുത്, നമ്മൾ വാങ്ങിയാൽ കൊടുക്കാത്തവരാകരുത്. നമ്മൾ സാമ്പത്തിക രംഗം, സാമൂഹ്യ രംഗം, വ്യാവസായിക രംഗം എല്ലാം ക്ലിയറായ നിലക്ക് കൊണ്ടുപോകുന്നവരാകണം. അള്ളാഹു നിശ്ചയിച്ചത് ഇവിടെ നടക്കും, അല്ലാത്തത് നടക്കുകയില്ല എന്നുറപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് സത്യം എന്ന് 100 പ്രാവശ്യം പറഞ്ഞാലും മരിക്കുന്നവരെ പറഞ്ഞാലും ആ സത്യം നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം വരില്ല. ആ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. സുന്നത്ത് ജമാഅത്ത് മാത്രമേ ഹക്കുള്ളൂ, യാതൊരു സംശയവും ഇല്ല. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമാണ്, അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചതാണ്. അവിടെ മുതൽ ഇന്നേ വരെ മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു വരെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതാണ്. അത് മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെ ചീത്ത പറയലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിൽ മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സംഘടനാ പ്രവർത്തനം മറ്റൊരു കുറ്റം പറയലാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ 10 ദിവസത്തോളം ഈ വലിയ സംരംഭം മഹാനായ ഉസ്താദ് അവറുകൾ നടത്തി. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ചീത്ത പറഞ്ഞോ, തെറി പറഞ്ഞോ, കുറ്റം പറഞ്ഞോ, ഗീബത്ത് പറഞ്ഞോ, നമ്മുടെ ഡ്യൂട്ടി അതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെച്ച് ഒരാൾ നിസ്കാരം നിർവഹിച്ചു. 2 ആളുകൾ നിസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവർ 2 ആളെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, രണ്ടാൾക്കും നോമ്പുമാണ്, നോമ്പോടുകൂടി തന്നെയാണ് നിസ്കാരം നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ 2 ആളും പോയിട്ട് വുദു മാറ്റിയിടുകണം, എന്നിട്ട് നിസ്കാരം ഒന്നുകൂടി നിസ്കരിക്കണം. എന്നിട്ട് ആ നോമ്പ് വേറൊരു ദിവസം ഖളാ വീട്ടിൽ. ഇപ്പൊ നിങ്ങൾ വുദു മാറ്റണം, നിസ്കാരവും മാറ്റണം, എന്നിട്ട് 2ഉം പുതുതായിട്ട് എടുക്കണം. അതിന്റെ പുറമേ നിങ്ങൾ നോമ്പ് ഇപ്പൊ അങ്ങനെ പൂർത്തീകരിച്ച, പക്ഷേ നോമ്പ് ഖളാ വീട്ടണം. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, വേറൊരുത്തന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ച് ചിലപ്പോ നോമ്പ് മുറിഞ്ഞു എന്ന് പറയില്ല, നിസ്കാരം മുറിഞ്ഞു എന്ന് പറയില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയൂ. അത് പിന്നെ അറക്കാത്തതാ തിന്നതെങ്കിലോ, പിന്നെ മനുഷ്യന്റെ മാംസാ തിന്നതെങ്കിലോ, അത് ശവം തിന്നും പോലെ തിന്നാണെങ്കിലോ അവന്റെ നോമ്പ് മുറിയുന്ന ഉറപ്പല്ലേ. കാരണം അവൻ ശവം തിന്നതല്ലേ, ശവം തിന്നാ നോമ്പ് മുറിയൂലേ. അപ്പൊ അത് ആത്മീയമായ ചിന്തയിൽ നോമ്പും മുറിഞ്ഞിട്ടുണ്ട്, നിസ്കാരവും മുറിഞ്ഞിട്ടുണ്ട്, വുദുവും മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. ഞാനിത് പറഞ്ഞു വന്നത് മറ്റൊരാളെ കുറ്റം പറയുന്ന ഏർപ്പാടല്ല സംഘടനാ പ്രവർത്തനം, മറിച്ച് നാം സത്യത്തിലായി ജീവിക്കുക, മറ്റുള്ളവരെ സത്യത്തിലേക്ക് കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ നയപരിപാടികൾ നമ്മൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്തണം, നീതി അനുസരിച്ച് പ്രവർത്തിക്കണം, നീതി പുലർത്തണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നീതിപൂർവം പ്രവർത്തിക്കാൻ എല്ലാ ഭരണാധികാരികൾക്കും, എല്ലാ ജഡ്ജിമാർക്കും, എല്ലാ ഖാദിമാർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദിൽ, നിങ്ങൾ തീരുമാനമെടുക്കുമ്പോ നീതിപൂർവകമായ തീരുമാനമെടുക്കണം. അപ്പോഴേ ഇവിടെ സമാധാനമുണ്ടാക്കാൻ കഴിയൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ നിർദ്ദേശിക്കുകയാണ്,
എവിടെയും നീതി. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പോകുന്ന സമയത്ത് പടത്തൊപ്പി വീണുപോയി. അലി റളിയല്ലാഹു അൻഹു കുറെ തെരഞ്ഞു നോക്കി, എവിടെയും പടത്തൊപ്പി കണ്ടില്ല. പിറ്റേ ദിവസം ഒരു അമുസ്ലിം സഹോദരൻ ആ പടത്തൊപ്പി വിൽക്കാൻ വേണ്ടിയിരിക്കുന്നത് കണ്ടു. അലി റളിയല്ലാഹു അൻഹു എന്റേതാണെങ്കിൽ തരണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റേതാണെന്ന് വാദിച്ചു. അലി റളിയല്ലാഹു അൻഹു ഇവനോട് വാദിച്ചു, ഇതെന്റേതാ. ഭരണാധികാരിയായ അലി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് കോടതിയിൽ പോകാം. സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ് കോടതിയിലെ ജഡ്ജി. ഖാദിയുടെ അടുക്കൽ പോകാം. സുബ്ഹാനല്ലാഹ്, പോകാമെന്ന് പറഞ്ഞു. നിയമം അനുസരിച്ച് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് നിയമം ഇവിടെ പ്രഖ്യാപിക്കേണ്ട ഖാദി ജഡ്ജിയുടെ സമീപത്തേക്ക് പോകാൻ അലി റളിയല്ലാഹു അൻഹു സന്നദ്ധനായി. പോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിഷയം അവതരിപ്പിച്ചു. എന്റെ പടത്തൊപ്പി ഇദ്ദേഹത്തിന്റെ കൈവശത്തിലുണ്ട്, അതേക്ക് വാങ്ങിത്തരണം. ഖാദി അവിടുന്ന് ചോദിച്ചു, ജഡ്ജി സുബൈഹുൽ ഖാദി ചോദിച്ചു. അതെ, എല്ലാം കേട്ടതിന് ശേഷം അമുസ്ലിം സഹോദരനായ മജൂസിയോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ അമീറുൽ മുഅ്മിനീനെ തെറ്റിദ്ധരിക്കുന്നില്ല, പക്ഷെ ഇത് എന്റേതാണ്, എന്റെ കൈവശത്തിലാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഖാദി പറഞ്ഞു, തെളിവുണ്ടോ നിങ്ങൾക്ക്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തെളിവ് ചോദിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ തെളിവ് വേണ്ടത്? 2 സാക്ഷി ഉണ്ട്. ഒന്നെന്റെ മകൻ ഹസൻ അതിന് സാക്ഷിയാണ്, ഒന്നെന്റെ അടിമ ഖംബറും സാക്ഷിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഖാദി പറഞ്ഞു, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, ഈ കേസിൽ നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല. ഈ കേസിൽ നിങ്ങളെ മകൻ സാക്ഷിക്ക് പറ്റൂല. അതിന്റെ സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആളല്ലേ എന്റെ മകൻ. അതൊക്കെ ശരിയാണ്, ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ബാപ്പക്ക് അനുകൂലമായി മകൻ സാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിൽ സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മകൻ സ്വർഗത്തിലെ നേതാവ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷി ഹാദി സ്വീകരിച്ചില്ല. കാരണം ഹാദി നിഷ്പക്ഷമതിയായിരിക്കും. ഹാദി പക്ഷപാതിയാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. പക്ഷേ ഒരു ഖാദിക്ക്, ഒരു ജഡ്ജിയുടെ ഉത്തരവാദിത്വം നിഷ്പക്ഷമതിയാവുക എന്നതാണ്. നിങ്ങളുടെ മകൻ സാക്ഷിക്ക് പറ്റൂല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മജൂസി, ആ പടത്തൊപ്പി നിങ്ങളെടുത്തോ, എനിക്ക് വേറെ സാക്ഷിയൊന്നുമില്ല, ഞാൻ പോവുകയാണ്, ഞാനിവിടെ നിയമം കയ്യിലെടുക്കാനൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പോവുകയാണ്. അപ്പൊ ഈ മജൂസി അലി റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുകയാണ്, പോകല്ല അമീറുൽ മുഅ്മിനീൻ, എന്തേ? നിങ്ങളുടേതാണ് ഈ പടത്തൊപ്പി എന്നതിന് നിങ്ങളുടെ മകനല്ലാത്തൊരു സാക്ഷിയും കൂടി ഉണ്ട്. അതാരാ? അത് ഞാൻ തന്നെ. ഇത് ഞാൻ തന്നെ അതിന് സാക്ഷി. അതെന്തേ? അത് നിങ്ങളോട് വീണ് പോയപ്പോ ഞാൻ എടുത്തതാണ്, എനിക്കറിയുന്നത് നിങ്ങളതാണ്, അതുകൊണ്ട് ഞാൻ സാക്ഷിയാണ്. ഞാൻ ആലോചിക്കുകയാണ് നിങ്ങളുടെ ഈ വ്യവസ്ഥയെക്കുറിച്ച്, ഈ ആശയത്തെക്കുറിച്ച്. ഭരണാധികാരിയായ നിങ്ങൾ ഖാദിയുടെ മുന്നിലേക്ക് വരുന്നു. ഖാദിയോ, ഖാദിയെ ഖാദിയാക്കിയ ഭരണാധികാരിക്ക് അനുകൂലമായി പറയാൻ തയ്യാറല്ല. മറിച്ച് നിഷ്പക്ഷമായ സമീപനം. അപ്പുറത്തുള്ളത് അമുസ്ലിമാണ്, എന്നിട്ടും നിഷ്പക്ഷമായ സമീപനം. ഇത്തരം ഖാദിമാരുള്ള ഒരു രാഷ്ട്രത്തിൽ, ഇത്തരം ഭരണാധികാരുള്ള ഒരു രാഷ്ട്രത്തിൽ, ഇത്തരം ജനങ്ങളുള്ള ഒരു രാജ്യത്ത്, അതെ, ഈ ഒരു പ്രസ്ഥാനത്തിൽ ഞാനും മെമ്പറാകാൻ ഉദ്ദേശിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുസ്ലിം ഇസ്ലാമിലേക്ക് വന്നുപോയി. സുഹൃത്തുക്കളെ, നീതിപൂർവമായ തീരുമാനം, നിഷ്പക്ഷമായ സമീപനം ജഡ്ജിമാരിലുണ്ടാകണം, ഖാദിമാരിലുണ്ടാകണം, നേതാക്കളിലുണ്ടാകണം, പണ്ഡിതന്മാരിലുണ്ടാകണം. അപ്പോഴേ പടച്ച റബ്ബിന്റെ ദീൻ ഇവിടെ സത്യമായ നിലക്ക് ജനങ്ങൾ ഉൾക്കൊള്ളുകയുള്ളൂ, അറിയുകയുള്ളൂ. അതുകൊണ്ട് മാതൃകാ പുരുഷന്മാരായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ അല്ലാഹ്, നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിന് ഞങ്ങളെ ഉസ്താദുമാർ, മഹാനായ ഖമറുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ, ഞങ്ങളുടെ സുലൈമാൻ ഉസ്താദ്, ഞങ്ങളെ ബേക്കൽ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഞങ്ങളെ പണ്ഡിതന്മാർ ആരൊക്കെ ജീവിച്ചിരിപ്പുള്ളവരുണ്ടോ അവർക്കെല്ലാം നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഞങ്ങൾക്കും ഏറ്റിത്തരണം റഹ്മാനേ.
ഞങ്ങളെ സാദാത്തുക്കൾക്ക്, പണ്ഡിതന്മാരെ പിന്തുണർക്കുന്ന ഉമറാക്കൾക്ക് നീ എല്ലാ ഖൈറും ബറക്കത്തും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകണം റഹ്മാനെ. നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയായി ഈ യാത്രയും ഞങ്ങളുടെ എല്ലാ യാത്രകളും ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. വിദേശത്തുനിന്നും നാട്ടിൽ നിന്നും ഇതിനെ സഹായിച്ചവർക്കും ഞങ്ങൾക്കും നീ സഹായം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅന്നാ നശ്ഹദു അന്നക അൻതല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദുസ് സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം. പടച്ച റബ്ബേ, CM ഇബ്രാഹിം സാഹിബ് അവറുകൾ അതാ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. മഹാനായ ഉസ്താദ് അവർക്ക് ഒരു 100 വയസ്സ് പ്രായമായിട്ട് ഞങ്ങൾക്ക് ഉസ്താദിന്റെ കൂടെ ഇരിക്കാൻ തൗഫീഖ് നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബേ, അദ്ദേഹം ഒരു സാധാരണക്കാരനാണെങ്കിലും ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ആലിമീങ്ങൾ അദ്ദേഹം സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് മനസ്സിലാകാറുണ്ട്. ഞങ്ങളെല്ലാം നിന്നോട് ആവശ്യപ്പെടുന്നു, ഉസ്താദ് അവർക്ക് ആഫിയത്തോടുകൂടി നീ ദീർഘായുസ്സും ഹിമ്മത്തും തഖ്വയും ഇൽമും നൂറും ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ തൂലുൽ ഹയാത്തോട് ഞങ്ങളെ നീ സുഖിപ്പിക്കണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തായി ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, ഞങ്ങൾ ഏത് കാര്യം പറയുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, അത് ഈ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകർക്കും ഞങ്ങളുടെ നേതാക്കൾക്കും ഞങ്ങളുടെ അനുകൂലികൾക്കും നീ തൗഫീഖ് തരണം റഹ്മാനേ. അവസാനം ഞങ്ങളെ കഴിഞ്ഞു പോയ ഞങ്ങളെ മഹാന്മാരോടുകൂടെ ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതിന്റെ സംഘാടകരോട് ഒറ്റ വാക്ക്, ഞാനിതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. പക്ഷേ ചെറിയ ശാരീരികമായ ചെറിയ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പങ്കെടുക്കാൻ അല്ലാഹു തആല അവസരം തന്നു, അൽഹംദുലില്ലാ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാനിതിന്റെ തുടക്കത്തിൽ ഇതിന്റെ പരിപാടി ആസൂത്രണം ചെയ്യുന്ന യോഗത്തിൽ വന്ന് എല്ലാരോടും വളരെ ജോറാക്കണമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ കണ്ടില്ല എന്ന് പ്രവർത്തകർക്കാർക്കും തോന്നരുത്. ചെറിയ അസുഖമുള്ളത് കൊണ്ടായിരുന്നു വരാതിരുന്നത്. ഇപ്പൊ സുഖമുണ്ട്. അല്ലാഹു തആല പൂർണ്ണമായി സുഖപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಪ್ರೀತಿಯ ಸಹೋದರರೇ, ಈಗಾಗಲೇ KCF UAE ವತಿಯಿಂದ ಹಸ್ತಾಂತರಿಸಲಾದ ಆಂಬ್ಯುಲೆನ್ಸ್ ನಮ್ಮ ವೇದಿಕೆಯ ಎಡಭಾಗದಲ್ಲಿ ನಿಂತಿದೆ. ಪಕ್ಕದಲ್ಲೇ ಇವತ್ತು ಬೆಳಗ್ಗೆ ಸುಳ್ಯದಲ್ಲಿ ಹಸ್ತಾಂತರಗೊಂಡಂತಹ ಆಂಬ್ಯುಲೆನ್ಸ್ ಇದೆ. ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಕೆಲವೇ ದಿನಗಳಲ್ಲಿ ಸೌದಿ KCF ಸೌದಿ ಘಟಕದವರು KCF ಸೌದಿ ಘಟಕದ ವತಿಯಿಂದ ಮೊಬೈಲ್ ಲೈಬ್ರರಿ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಶೀಘ್ರವೇ ಸೇವೆಯನ್ನು ಆರಂಭ ಮಾಡಲಿಕ್ಕಿದೆ. ನಮ್ಮ ಮುಂದೆ ಸುಲ್ತಾನ್ ಉಮರ್ ಅವರ ಭಾಷಣಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಸೌದಿ KCF ಘಟಕದವರ ಒಂದು ಚೆಕ್ ಅನ್ನ ಇಲ್ಲಿ ಉಸ್ತಾದರವರ ಕೈಗೆ ಹಸ್ತಾಂತರಿಸಲಿಕ್ಕಿದೆ. ಅದಕ್ಕಾಗಿ ಅದರ ನಾಯಕರಾದ ಫಾರೂಕ್ ಕಾಟಿಪಳ್ಳ ಅವರನ್ನ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಕರ್ನಾಟಕ ಯಾತ್ರೆಯ ಸಂದರ್ಭದಲ್ಲಿ ಸಂಗ್ರಹಿಸಲಾದ ನಿಧಿಯನ್ನ, ಸಿಲ್ವರ್ ಜುಬಿಲಿ ನಿಧಿಯನ್ನ ಆಸ್ಥಾನ ಮತ್ತು ಕರ್ನಾಟಕ ಯಾತ್ರೆಗಾಗಿ ಸಂಯೋಜಿಸಲಾದ ಸಿಲ್ವರ್ ಜುಬಿಲಿ ನಿಧಿ ಉಳ್ಳಾಲ, ಮೂಡಬಿದಿರೆ, ಸುರತ್ಕಲ್, ಮಂಗಳೂರು, ಉಪ್ಪಿನಂಗಡಿ ಡಿವಿಷನ್ ಹಾಗೂ ಶಿವಮೊಗ್ಗ ಜಿಲ್ಲೆಯ ನಾಯಕರು ಹಸ್ತಾಂತರಿಸುತ್ತಿದ್ದಾರೆ. ಸಂಬಂಧಪಟ್ಟವರನ್ನ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದೇವೆ. മലപ്പുറം കൊണ്ടോട്ടി പരപ്പൂർ ബാസിഫ് KM ഗേറ്റ് നമ്പർ 7 ಬಳಿಗೆ ಬರಬೇಕು. ಗೇಟ್ ನಂಬರ್ 7 വരേണ്ടതാണ്. 5 ಬಡ ಕುಟುಂಬದ 5 ಮನೆಗಳಿಗಾಗಿ 10 ಲಕ್ಷ ರೂಪಾಯಿಯ ಚೆಕ್
ಅದೇ ರೀತಿ ನಮ್ಮ ಸುನ್ನಿ ಸಂಘಟನೆಗಳ ಒಕ್ಕೂಟಕ್ಕಾಗಿ ನಿರ್ಮಾಣವಾಗಲಿರುವ ಆಸ್ಥಾನಕ್ಕೆ ಬೇಕಾಗಿ 3 ಲಕ್ಷ ರೂಪಾಯಿ, ಒಟ್ಟು 13 ಲಕ್ಷ ರೂಪಾಯಿಗಳ ಚೆಕ್ ಅನ್ನ ಸುಲ್ತಾನುಲ್ ಉಲಮಾರವರ ಪುಣ್ಯ ಹಸ್ತಗಳಿಗೆ ಹಸ್ತಾಂತರ ಮಾಡಲಿಕ್ಕಿದ್ದಾರೆ. ಕೆಸಿಎಫ್ ಸೌದಿ ಘಟಕದ ನಾಯಕರಾದ ಫಾರೂಕ್ ಕಾಟಿಪಳ್ಳ ಮತ್ತು ಸಂಗಡಿಗರು. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಉಳ್ಳಾಲ, ಮೂಡಬಿದಿರೆ, ಸುರತ್ಕಲ್, ಮಂಗಳೂರು, ಉಪ್ಪಿನಂಗಡಿ ಡಿವಿಷನ್ಗಳ ಪ್ರತಿನಿಧಿಗಳಿಂದ ಚೆಕ್ ಸ್ವೀಕಾರ. ಹಾಗೂ ಶಿವಮೊಗ್ಗ ಜಿಲ್ಲೆಯ ನಾಯಕರು ಚೆಕ್ ಅನ್ನು ಹಸ್ತಾಂತರ ಮಾಡ್ತಾರೆ. ಎರಡು ಮಾತುಗಳಿಗಾಗಿ ಡಾಕ್ಟರ್ ಮೊಹಮ್ಮದ್ ಫಾಜಿಲ್ ರಜ್ವಿ ಹಜರತ್ ಕಾವಲ್ಕಟ್ಟೆಯವರನ್ನ ಆದರಪೂರ್ವಕ ಆಹ್ವಾನ. ಅದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ಒಂದು ಹಾಡು. ಅದಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನಬೀಲ್